സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി ഏകീകരണം നടപ്പാക്കില്ല എന്ന് സർക്കാർ ഉറപ്പു നൽകിയതായി ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് അസോസിയേഷൻ. ഖാദർ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കില്ല എന്ന് മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും ഉറപ്പു നൽകിയെന്നും അസോസിയേഷൻ സംസ്ഥാന ട്രഷറർ എം റിയാസ് റിപ്പോർട്ടിനോട് പറഞ്ഞു. എന്നാൽ ഹയർ സെക്കൻഡറി ഏകീകരണത്തിൽ നിന്നും വേഗത്തിലൊരു പിന്മാറ്റം ഉണ്ടാകില്ല എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീന്റെ പ്രതികരണം. ഏകീകരണമല്ല, കരിക്കുലം പരിഷ്കരണമാണ് നടപ്പാക്കേണ്ടതെന്നാണ് അസോസിയേഷന്റെ നിലപാട്. ഖാദർ കമ്മീഷനെതിരെ സംഘടന നടത്തിയ സമരങ്ങൾക്ക് മുഖ്യമന്ത്രി വി.ഡി. സതീശനുൾപ്പെടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരുന്നു. ഏകീകരണത്തിനായി ഡയറക്ടറേറ്റ് ഓഫ് എഡ്യൂക്കേഷൻ രൂപീകരിച്ച് ഇടത് സർക്കാർ പ്രവർത്തനം ആരംഭിച്ചിരുന്നെങ്കിലും സ്കൂൾ തലത്തിൽ ഏകീകരണം പ്രാവർത്തികമായിട്ടില്ല. ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെയും ഫെഡറേഷന്റെയും നേതൃത്വത്തിൽ ശക്തമായ സമരമായിട്ട് ഞങ്ങൾ അധ്യാപക സമൂഹത്തിനെതിരെ ഉണ്ടായിരുന്നു. ആ സമയങ്ങളിലൊക്കെ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവായിരുന്നു. അദ്ദേഹം ഞങ്ങൾക്ക് ഉറപ്പു തന്നിരുന്നു, പുതിയ സർക്കാർ വന്നു കഴിഞ്ഞാൽ ഖാദർ കമ്മീഷൻ റിപ്പോർട്ട് പൂർണ്ണമായും തള്ളിക്കളയുന്നു. ആ പ്രതീക്ഷയിൽ തന്നെയാണ് ഞങ്ങളുള്ളത്. LDF സർക്കാർ നടപ്പാക്കിയ എല്ലാ പരിഷ്കരണങ്ങളും പിൻവലിക്കുക എന്നതല്ല സർക്കാർ നയമെന്നും ഏകീകരണത്തിലെ പ്രശ്നങ്ങൾ പരിശോധിക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചു. ഒരു നടന്ന പരിഷ്കാരങ്ങളെല്ലാം നമ്മൾ പെട്ടെന്ന് തന്നെ റിവേർട്ട് ചെയ്യണം എന്നൊന്നുമില്ല. അതിൽ പോസിറ്റീവായ സംഗതികൾ തുടരാനും അത്തരം പരിഷ്കാരങ്ങളിലുള്ള പ്രതിബന്ധങ്ങളും പ്രയാസങ്ങളും ഉണ്ടെങ്കിൽ അത് ലഘൂകരിക്കാനുള്ള ശ്രമവുമാണ് ഈ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. ദേശീയ വിദ്യാഭ്യാസ നയത്തിലും 8 മുതൽ 12ാം ക്ലാസ് വരെ ഏകീകരിക്കുന്നത് സംബന്ധിച്ച് നിർദ്ദേശമുണ്ട്. അതുകൊണ്ട് തന്നെ ഏകീകരണം പിൻവലിക്കുന്നത് ആലോചിച്ച ശേഷം മാത്രമേ വിദ്യാഭ്യാസ വകുപ്പ് നടപ്പാക്കുകയുള്ളൂ. റിപ്പോർട്ടർ, കോഴിക്കോട്.